Organic chemistry is the study of carbon compounds. Carbon has 4 valence electrons. Carbon atomic number 6 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,4 എന്നാണ്. അപ്പോൾ 4 ഇലക്ട്രോൺ കൊടുക്കുകയോ സ്വീകരിക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യാം. Since it can neither lose nor gain electrons to attain octet. Octet എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആയാൽ അത് സ്റ്റേബിൾ ആവും, സ്ഥിരത വരും. അതിനു വേണ്ടിയിട്ട് ഇറ്റ് ഫോംസ് കോവാലന്റ് ബോൺസ് ബൈ ഷെയറിങ് ഇറ്റ്സ് 4 ഇലക്ട്രോൺസ് വിത്ത് അതർ ആറ്റംസ്. കാർബൺ ഈസ് ടെട്രാ വാലന്റ്. ഇവിടെ കാർബൺ ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്ത് 8 ഇലക്ട്രോൺ, അപ്പോൾ ഓരോ കാർബണും ഓരോ ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ. ഫോർമേഷൻ ഓഫ് സിംഗിൾ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ കോവാലന്റ് ബോൺസ്. In order to satisfy its valency, it forms single, double and triple covalent bonds by sharing 1, 2 or 3 pairs of electrons between 2 carbon atoms as well as with other atoms like oxygen, double bond with oxygen atom, nitrogen, triple bond with nitrogen atom. The combination of carbon atoms with one another gives rise to straight chain structure, branched chain structure, cyclic or closed chain structure. Cyclic means closed എന്നാണ്. Cyclic means closed. Catenation എന്ന് പറഞ്ഞാൽ the property of self-linking of atoms of an element through covalent bonds in order to form straight chains, branched chains and cyclic chains of different sizes is known as catenation. Next is hydrocarbons. Hydrocarbons are compounds that are made up of only carbon and hydrogen atoms. The hydrocarbons are subdivided into 2 main groups. One is open and other one is closed. ക്ലോസ്ഡിന് സൈക്ലിക് എന്ന് പറയും, ഓപ്പണിന് ആലിഫാറ്റിക് എന്നും പറയും. ആലിഫാറ്റിക് ഓർ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് അത് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഉണ്ട്. ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ AN ആണ് വരുന്നത്, ആൽക്കെയിൻസ്. അപ്പോൾ പാരഫിൻസ്, ആൽക്കെയിൻസ് അല്ലെങ്കിൽ പാരഫിൻസ്. ആൽക്കെയിൻസിൻ്റെ ഫോർമുല CnH2n + 2, n number of carbon atoms. CnH2n + 2 ആണ് ആൽക്കെയിൻസ് വരുന്നത്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ ആൽക്കീൻസ് വരും, ഡബിൾ ബോണ്ട്. ANയിൽ സിംഗിൾ ബോണ്ടായിരിക്കും, EN വരുമ്പോൾ ഡബിൾ ബോണ്ടാണ്, CnH2n. ആൽക്കൈൻസ് വരും, YN വരികയാണെങ്കിൽ CnH2n - 2 ആണ്, ട്രിപ്പിൾ ബോണ്ടാണ് വരുന്നത്. പിന്നെ സൈക്ലിക് ചെയിൻ കോമ്പൗണ്ട്സിൽ ആലിസൈക്ലിക് ഉണ്ട്, ആരോമാറ്റിക് ഉണ്ട്. According to the rules of this system, the name of an organic compound, that means nomenclature, name of an organic compound എന്ന് പറയുന്നതും nomenclature എന്ന് പറയുന്നതും സെയിം ആണ്. It consists of 3 parts. One is root word, second one suffix, third prefix. Root word. It depends upon the number of carbon atoms present in the longest carbon chain selected. ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ 1 കാർബൺ ആറ്റം ആണെങ്കിൽ മെത്ത്, ഗ്രീക്ക് നെയിമാണ്, റൂട്ട് വേർഡ് മെത്ത്, METH. 2 കാർബൺ ആറ്റംസിന് C2, അതായത് എത്ത്, 2 കാർബൺ ആറ്റംസ് എത്ത്. 3 കാർബൺ ആറ്റംസ് ആണെങ്കിൽ പ്രൊപ്പ്,
4 കാർബൺ ആറ്റംസ് ആണെങ്കിൽ ബ്യൂട്ട്, 5 കാർബൺ ആറ്റംസിന് പെൻറ്റ്, 6 കാർബൺ ആറ്റംസ് ഹെക്സ്, 7 കാർബൺ ആറ്റംസ് ഹെപ്റ്റ്, 8 കാർബൺ ആറ്റംസ് ഒക്റ്റ്, 9 കാർബൺ ആറ്റംസ് നോൺ, 10 കാർബൺ ആറ്റംസ് ഡെക്ക്. Next is suffix. The root word is followed by an appropriate suffix which represents the nature of the bond in a carbon. Alkanes single bond ആണ് ANE, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE. സിംഗിൾ ബോണ്ട് ജനറൽ ഫോർമുല CnH2n+2. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റമാണ്. അപ്പോൾ ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, മീത്തൈൻ. 2 കാർബൺ CN എന്ന് പറയുന്നത് 2 ആണെങ്കിൽ ഈഥെയ്ൻ, 3 ആണെങ്കിൽ പ്രൊപ്പെയ്ൻ, 4 ആണെങ്കിൽ ബ്യൂട്ടേൻ, അങ്ങനെ പോകും. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE ആണ് വരുന്നത്. അതിൻ്റെ ജനറൽ ഫോർമുല വരുന്നത് CnH2n. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE ആയിരിക്കും, CnH2n-2. അടുത്തത് ആൽക്കൈൽ ഗ്രൂപ്പാണ്. An alkyl group is obtained by removing one atom of hydrogen from an alkane molecule. ആൽക്കെയിൻ മോളിക്യൂളിൽ നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്താൽ നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ മീഥെയ്ൻ CH4ൽ നിന്ന് ഒരു H പോയാൽ CH3 മീത്തൈൽ കിട്ടും. അതുപോലെ ഈഥെയ്നിൽ നിന്ന് C2H6ൽ നിന്നും ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ ഈത്തൈൽ കിട്ടും. All members of the alkyl group have an unpaired electron which is indicated by a line with no symbol attached. അടുത്തത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ആറ്റം or group of atoms joined in a specific manner which is responsible for the characteristic chemical properties of the organic compounds. For example, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഹൈഡ്രോക്സിൽ അപ്പോൾ OH ആണ് വരുന്നത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് OH. ആൽഡിഹൈഡ് CHO, കാർബോക്സിലിക് ആസിഡ് COOH. ആൽക്കെയിൻസ് ഡു നോട്ട് കണ്ടെയ്ൻ എനി ഫങ്ഷണൽ ഗ്രൂപ്പ്. ആൽക്കെയിൻസ് സിംഗിൾ ബോണ്ട്, ഡു നോട്ട് കണ്ടെയ്ൻ എനി ഫങ്ഷണൽ ഗ്രൂപ്പ്. The functional group of alkenes is considered as double bond, while in alkynes it is triple bond. ഹാലൈഡ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അത് ഹാലോ ആൽക്കെയിൻസ് ആണ്. എക്സാമ്പിൾ ക്ലോറിൻ ആണെങ്കിൽ മീത്തൈൽ ക്ലോറൈഡ്, ക്ലോറോ മീത്തൈൻ. OH ആണെങ്കിൽ OL വരും, മെത്തനോൾ. CHO ആണെങ്കിൽ ആൽഡിഹൈഡാണ്, മെത്തനാൾ AL. COOH ആണെങ്കിൽ ഓയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്. കീറ്റോ ഗ്രൂപ്പ് ആണെങ്കിൽ പ്രൊപ്പനോൺ, കീറ്റോൺ ONE ആണ് വരുന്നത്. 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പനോൺ. ഈതേഴ്സ് ഓക്സി ആണ് വരുന്നത്. ഡൈമീഥൈൽ ഈതർ ഓർ മിത്തോക്സി മീഥൈൻ.